എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഓണിഡയുടെ റിമോട്ടാണ്. ഞാനിതിൻ്റെ ഈ മോഡ് ഫങ്ഷന് പിന്നെ ടൈമർ ഓൺ ടൈമർ ഓഫ് ഇതിൻ്റെയൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു രൂപം, ഏകദേശം എനിക്കിതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇത് ഓൺ ഓഫ് സ്വിച്ച് ഓൺ ചെയ്തു. ഓൾറെഡി ഇതിൻ്റെ പല ഫങ്ഷൻസൊക്കെ ഓണാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പല സിമ്പിൾസ് എല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം മാറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ഈ നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇങ്ങനെ ഇത് ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ആണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്തൊരു 3 സിമ്പിൾ, അത് ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ കാണിക്കുന്നതാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അത് ടെമ്പറേച്ചറൊക്കെ സെൻസ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാൻ മേലെങ്കിൽ ഈ ഓട്ടോമാറ്റിക് മോഡിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ മോഡ് മാറ്റി കൊടുക്കണം. അതായത് ഈ മോഡിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ മോഡിലോട്ട് ഇത് കൂൾ മോഡിലോട്ട് ഇട്ടാലേ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മോഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂൾ മോഡുണ്ട്. കൂൾ മോഡിനകത്ത് നമുക്ക് ഫാന് നമുക്ക് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യാം. കാരണം ഫാൻ സ്പീഡ് കൂടുതലാണെങ്കിലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈസി സ്വിച്ച് ഞെക്കിയാൽ മതി. അപ്പം 4 രീതിയിൽ കൺട്രോൾ ചെയ്യാം. ഇപ്പം ഇത് കിടക്കുന്ന ഓട്ടോമാറ്റിക് മോഡിലാണ് ഫാൻ കിടക്കുന്നത്. നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ്, ഇങ്ങനെ 3 സ്പീഡുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിന് ഇഷ്ടമുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫാൻ, അതായത് റൂമിലെ ഫാൻ ഇടേണ്ട ആവശ്യമില്ല. കാരണം റൂമിലെ ഫാൻ ഇട്ടാൽ അതിനും കൂടെ വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടി വരും. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇൻവെർട്ടർ AC-ക്ക് 4 വൈദ്യുതി ചാർജ് ആവുള്ളൂ കേട്ടോ. മണിക്കൂർ കൂടുന്നതനുസരിച്ച് വൈദ്യുതി ചാർജ് കുറയും. ഒരു 8 മണിക്കൂർ യൂസ് ചെയ്തതിന് 3.5 യൂണിറ്റൊക്കെ ആവുള്ളൂ. അപ്പം പിന്നെ അടുത്ത മോഡ് പിന്നെ വേറൊരു കാര്യം, കൂൾ മോഡിൽ നോർമൽ നമുക്ക് 28 സ്റ്റാർട്ട് ചെയ്താൽ മതി. 28 സഹിക്കാൻ പറ്റില്ല എങ്കിൽ 27 കൊടുത്താൽ മതി. ഇപ്പോൾ ഏറ്റവും താഴേന്ന് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമുക്ക് അത്രയും വൈദ്യുതി ചാർജ് നമുക്ക് കുറഞ്ഞിരിക്കും. ഒരു 26 ഇട്ട് ഒരു 2 മാസം നമ്മൾ നോർമൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ചൂടിന് യൂസ് ചെയ്യുവാണെങ്കിൽ വീട്ടിലെ എല്ലാം കൂടെ കൂടി 3000 രൂപ ബില്ല് വരും. നമ്മളെന്നാ എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ. ഓക്കെ, പിന്നെയുള്ള മോഡ് ഡ്രൈ മോഡ്. ഈ ഡ്രൈ മോഡെന്ന് പറഞ്ഞാൽ റൂമിലെ വേർക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. സാധാരണ നമ്മൾ AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 25 ഡിഗ്രി വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലത്തെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ, നമ്മുടേത് അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ, ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ വേർക്കുന്നത്, ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ACയുടെ എഫക്റ്റ് അങ്ങ് പോകും. കാരണം ഓൾറെഡി ഇത് നമ്മുടെ റൂമിൽ ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മോഡ് ഓൺ ചെയ്ത് ഒരു 1.5 മണിക്കൂർ, മാക്സിമം 1.5 മണിക്കൂർ കൂടുതൽ ഓൺ ചെയ്യല്. കാരണം AC എന്ന് പറയുന്ന ഒരു ഡീഹ്യൂമിഡിഫയർ മെഷീൻ അല്ല. അപ്പോൾ അതിന് വർക്ക് ചെയ്യുന്നൊരു പരിധി തന്നെ. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ACയുടെ എഫിഷ്യൻസി ഒക്കെ പോകും. 1 മണിക്കൂർ കിട്ടാൽ മതി. അപ്പോൾ നമ്മൾ കൂൾ മോഡ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് റൂമിലോട്ട് കയറി വന്ന് രാത്രിയൊക്കെയാണ്, പിന്നെ രാവിലെ റൂം തുറക്കുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആദ്യം ഒരു 1 മണിക്കൂർ ഇതിട്ട് കഴിഞ്ഞാൽ റൂമിനകത്തുള്ള ഹ്യൂമിഡിറ്റി മുഴുവൻ ACയുടെ ഡ്രെയിനേജ് പൈപ്പ് കൂടെ ഔട്ട്സൈഡ് പൊക്കോളും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ശേഷം പിന്നീട് കൂൾ മോഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ടൈമർ ഓഫ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ 3-4 മണിക്കൂർ AC ഇടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. ആ തണുപ്പ് രാവിലെ വരെ നിൽക്കും. അപ്പോൾ ഈ ഫാനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൂളറിനേക്കാളും കൂടുതൽ നമുക്ക് വൈദ്യുതി ചാർജ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡ്രൈ മോഡ്. ഓക്കെ, ഇനി അടുത്ത മോഡ്, ഇത് ഫാൻ മോഡ്. ഫാൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഈ ഫാനിനെ പറ്റി. ആ ഫാൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, വേറെ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ ഫാനിൻ്റെ ഓട്ടോമാറ്റിക് മോഡിലിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 3 മണിക്കൂർ കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഈ ഫാൻ മോഡിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലങ്ങ് വർക്ക് ചെയ്ത് പോകുള്ളൂ. നമുക്ക് രാവിലെ മുതൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പിന്നെയുള്ള മോഡ് ഇതുണ്ടോ, ഒരു സിമ്പിൾ സൂര്യനെ പോലെ. അപ്പോൾ ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈറ്റ് ഉണ്ടേ, ഇടയ്ക്ക് ഈ ലൈറ്റ് ഓൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സൂര്യനെ പോലെയുള്ള ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഹീറ്റ് മോഡാണ്. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ AC-ക്ക് ഓൾ വെതർ AC വാങ്ങിക്കേണ്ട കാര്യമില്ല. പൊതുവേ നമ്മൾ നോക്കുവാണെങ്കിൽ ചൂടുള്ള സ്ഥലത്തൊക്കെ ഓൾ വെതർ AC വാങ്ങിക്കുവാണെങ്കിൽ
അത് മഞ്ഞുകാലം ആകുമ്പോഴത്തേനും ഈ സിമ്പൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഈ എ സിക്കകത്ത് അതായത് നല്ല ചൂട് കാറ്റ് വരും. ഓൾ വെതർ എ സി ആണ് ചൂട് കാറ്റ് വരും. അല്ലാത്ത സാധാരണ എ സി ആണെങ്കിൽ ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്, ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാം എയർ വരും. നമുക്ക് അത്ര ഇത് കാണില്ല, എങ്കിലും സാധാരണ രീതിയിൽ നമുക്ക് വീടിനകത്ത് ഇരിക്കാം, ഭയങ്കര മഞ്ഞാണെങ്കിൽ പുറത്ത്. കേരളത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം മോഡിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് വൈദ്യുതി ചാർജ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പം ഒരു കൂൾ മോഡ് തന്നെ കിടക്കട്ടെ, എന്നാലും നമുക്ക് എല്ലാം ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് കണ്ടോ, TURBO ടർബോ ബട്ടൺ. ടർബോ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റൂമിൽ പെട്ടെന്ന് നമ്മൾ റൂമിലോട്ട് കയറി വരുമ്പോൾ നല്ല ചൂട് അന്തരീക്ഷമായിരിക്കും. അപ്പം നമ്മൾ ഇതങ്ങ് ഓൺ ചെയ്യുവാണെങ്കിൽ എത്രയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യുക പെട്ടെന്ന് റൂം തണുക്കാൻ വേണ്ടി 24 ഡിഗ്രി അവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ എ സി നമ്മുടെ സ്പ്ലിറ്റ് എ സി, ഇപ്പോൾ സ്പ്ലിറ്റ് എ സി ഇവിടെ വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ താഴെ ഇരിക്കുക. അപ്പോൾ ഈ സ്പ്ലിറ്റ് എ സി നല്ല പവർഫുള്ളായിട്ട് ഈ 24 ഡിഗ്രി മാക്സിമം പവറിൽ ഇത് താഴോട്ട് എയർ പുഷ് ചെയ്ത് ഈ താഴെയുള്ള ഹോട്ട് എയർ അപ്പം ഓൾറെഡി താഴോട്ട് തണുപ്പ് ചെല്ലുമ്പോൾ ചൂട് മേളിലോട്ട് പൊങ്ങും. അപ്പം പെട്ടെന്ന് നമുക്കൊരു കൂൾ ഫീലിങ്ങും, അതധികം ഒരു 5-6 ആൾക്കാർ കല്യാണമൊക്കെ നടക്കുന്ന വീടാണെങ്കിൽ ഈ താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ തണുപ്പ് അനുഭവിക്കാൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങനെ ഈ മോഡ് ഇങ്ങനെ തന്നെ ഇട്ടേക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഇത് സാധാരണ ഫംഗ്ഷനിലോട്ട് തന്നെ ഇങ്ങ് മാറിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പക്ഷേ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഇതിനൊക്കെ വൈദ്യുതി ചാർജ് കൂടുതലാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞു. ഇനിയുള്ളത് ഇത് സ്വിങ്ങാണ്, ഈ ബട്ടൺ സ്വിങ്. അപ്പം എ സിയുടെ അകത്ത് പുറമേ സ്വിങ് കാണും, പുറമേ നമുക്ക് എല്ലാവർക്കും കാണാം സ്വിങ് ഇങ്ങനെ ആടുന്നത്. അപ്പം ഈ സ്വിങ്ങും കാണും. പിന്നെ ഈ പുറമേ ഉള്ള സ്വിങ്ങിൻ്റെ അകത്തും കാണും ലീഫുകൾ, റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണ് ഇത്. അത് നിങ്ങൾ തന്നെ ഞെക്കി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതായത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞെക്കി കഴിഞ്ഞുണ്ടോ ഇങ്ങനെ ഒരു സിമ്പിൾ വരും. അപ്പം ആ ഡയറക്ഷൻ നമ്മൾ 2-3 പ്രാവശ്യം ഞെക്കുവാണെങ്കിൽ ഇതിന് ആ ഡയറക്ഷനിലോട്ടേ കാറ്റ് പോകുള്ളൂ കേട്ടോ. അതിൽ കാണിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ഇതും മുകളിലോട്ടും താഴോട്ടും അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഉള്ളത് ഐ ഫീൽ ബട്ടൺ. കണ്ടോ, ഐ ഫീൽ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡോർ എ സിക്കകത്ത് ഒരു സെൻസർ കാണും, ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള, താപമാനം റൂമിൽ എത്രയുണ്ട്, അന്തരീക്ഷ താപനില അത് സെൻസ് ചെയ്യാനുള്ള പറഞ്ഞാൽ ഇൻഡോർ യൂണിറ്റിൽ കാണും. അതുപോലെ തന്നെ നമ്മുടെ ഈ റിമോട്ടിനകത്ത് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ എ സിക്കകത്തുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു സെൻസറുണ്ട്. ഈ സാധനം എവിടെ കൊണ്ട് വെക്കുന്നോ ഇത് ഞെക്കിയിട്ട് നമ്മൾ ഈ ഐ ഫീൽ ബട്ടൺ നമ്മൾ ഞെക്കി കഴിയുന്നുണ്ടല്ലേ, ഈ ഒരു സിമ്പിള് ഇത് ഞെക്കിയിട്ട് നമ്മൾ എവിടെ കൊണ്ട് വെക്കുന്നോ ഇതിന് ചുറ്റുമുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ നോക്കും. ആ ടെമ്പറേച്ചറും ഈ മാച്ച് ചെയ്ത് ടെമ്പറേച്ചറായിട്ട് ടാലി ആകുന്നില്ലെങ്കിൽ നമ്മുടെ എ സി, അതായത് സ്പ്ലിറ്റ് എ സി ഇൻഡോർ യൂണിറ്റ് ആ സൈഡിലോട്ട് സ്വിങ്ങിങ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് ആ സൈഡിലോട്ട് മാക്സിമം എയർ പുഷ് ചെയ്യും. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ആ സൈഡിലൊരു കൂളിംഗ് എഫക്റ്റ് വരുമ്പം ഇത് ഓഫ് ആവും. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫംഗ്ഷനാണ് ഐ ഫീൽ. ഇത് എവിടെ കൊണ്ട് വെക്കുന്നോ അങ്ങോട്ടത് ഇത് എയർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂൾ എയർ. അപ്പോൾ അതാണ് ഐ ഫീൽ ബട്ടൺ. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കാം. അടുത്തത് ടൈമർ ഓഫ്, ടൈമർ ഓൺ. അത് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് കാണിച്ചു തരാം, കാരണം ഒത്തിരി സമയം പോകും, കാരണം ബോറടിക്കും നിങ്ങൾക്ക്. ടൈമർ ഓൺ ടൈമർ ഓഫും സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ടൈമർ ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോക്ക് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. ക്ലോക്ക് സമയം നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഇത് കണ്ടില്ലേ, ഈ താഴെ കാണുന്ന ക്ലോക്ക് അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഇത് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈമർ ഓഫും ഓണും ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോക്ക് ഇവിടെ ഞെക്കിയിട്ട് ഇതിൽ താഴോട്ടും മുകളിലോട്ടും ഞെക്കി കഴിഞ്ഞാൽ ഇത് ക്ലോക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് നേരം ഞെക്കി പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സമയം മാറും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലോക്കിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ടെമ്പറേച്ചർ നമ്മുടെ റൂമിൽ ഇപ്പോൾ എത്ര ടെമ്പറേച്ചർ, ഈ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആയോ അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ടെമ്പറേച്ചർ ഞെക്കി കഴിഞ്ഞാൽ എ സിയുടെ ഡിസ്പ്ലേയിൽ റൂമിൽ എത്ര ടെമ്പറേച്ചർ എന്ന് കാണിക്കും, എ സിയുടെ ഡിസ്പ്ലേയിൽ. ഓക്കെ, പിന്നെ ഇത് ഹെൽത്ത് മോഡാണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ട് വീഡിയോ ഇടാം എക്സ്ട്രാ. പിന്നെ ലൈറ്റ് മനസ്സിലായല്ലോ, ഇത് രാത്രി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ്. പിന്നെ ഇത് ലൈറ്റ്, ഇതിലുള്ള ലൈറ്റ്. പിന്നെ എക്സ് ഫാൻ എന്ന് പറഞ്ഞാൽ എക്സ് ഫാൻ ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തു, ഇത് കണ്ടില്ലേ, ഒരു
എക്സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആഴ്ചയിലൊന്നൊക്കെ, അതായത് കണ്ടിന്യൂ ആയിട്ട് AC ഒരു 8 മണിക്കൂറൊക്കെ ഈ 24 ഡിഗ്രിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, 8-10 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ AC-ക്കകത്ത് ഇൻഡോർ കോയിലിനകത്ത് മഞ്ഞ് പോലെ ചുറ്റി പിടിക്കും. അപ്പോൾ കുറേ ആയി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു സാധാരണ നമ്മൾ പിന്നെ വൈകുന്നേരം ഇടുള്ളൂ. അപ്പോൾ അത്രയും നേരം കൊണ്ട് ബാക്ടീരിയയൊക്കെ അല്ലെ പൊടിപടലങ്ങളൊക്കെ അതിൽ കയറി പിടിക്കും. അപ്പോൾ അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതങ്ങ് ഓൺ ചെയ്ത് ഒരു കുറച്ച് നേരം അത് എക്സ്ട്രാ ഞെക്കിയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് AC അതിൻ്റെ കോയിൽ അതായത് എയർ വെച്ച് വാഷ് ഔട്ട് ചെയ്യും. എയർ ബ്ലോ ചെയ്ത് അത് നന്നായിട്ട് ഡ്രൈ ചെയ്യും നമ്മുടെ കോയിലൊക്കെ. അപ്പോൾ പിന്നെ വിഷയമില്ല, അങ്ങനെ ഒരു വിഷയമേ വരുന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫങ്ഷൻ, അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓഫ് ആയിക്കോളും. ഓക്കെ, അതാണ് എക്സ്ഫാൻ. പിന്നെ സ്ലീപ്പ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഉറങ്ങുവാണെങ്കിൽ AC നല്ല രീതിയിൽ കറണ്ട് ചാർജ് കുറച്ച് തരും, സ്ലീപ്പ് ബട്ടൺ ഞെക്കിയിട്ട് കിടക്കുവാണെങ്കിൽ. ഓക്കെ, ഇതാണ് സ്ലീപ്പ് ബട്ടൻ്റെ സിമ്പല്, കണ്ടോ? അപ്പം ഇതാണ്, ഇത്രയേ ഉള്ളൂ. പിന്നെ സ്ലീപ്പ് ബട്ടൺ സാധാരണ ആരും ഞെക്കാറില്ല, പക്ഷേ അത് ഞെക്കി ഇടുവാണെങ്കിൽ നമുക്ക് എല്ലാ ഫംഗ്ഷനും AC ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് അത്രയും കറണ്ട് ചാർജ് നമുക്ക് കുറച്ച് തരും രാത്രിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒനീഡയുടെ AC പറ്റി. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക്സ്.